നമസ്കാരം. ഒരു സ്കാനർ ആപ്പ് ഉപയോഗിച്ച് PDF എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളുടെ സ്കാനർ ആപ്പ് ഉപയോഗിച്ച് PDF ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ കയ്യിലൊരു സ്കാനർ ആപ്പ് വേണം. ഓൾറെഡി ഫോണിൽ സ്കാനർ ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. സ്കാനർ ആപ്പ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ തുടക്കത്തിലുള്ള കുറച്ച് സ്റ്റെപ്പ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു സ്കാനർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു. സെർച്ച് ബാറിൽ സ്കാനർ എന്ന് സെർച്ച് ചെയ്തു. കുറേ ഓപ്ഷൻസ് വരും. ഇതിൽ ഏത് സ്കാനർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ClearScan എന്നുള്ള ഈ ആപ്പാണ്. ഈ ആപ്പ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഓപ്പൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കാം ഉണ്ടാവുന്നത്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ClearScan ഉപയോഗിക്കാൻ പല കാരണങ്ങളുണ്ട്. ഇതിലെ മെയിൻ കാരണം നമുക്ക് ഡോക്യുമെന്റ് സൈസ് കൺട്രോൾ ചെയ്യാം. ഡോക്യുമെന്റ് സൈസ് നമുക്ക് കൂട്ടാം കുറയ്ക്കാം എന്നുള്ളതാണ്. പിന്നെ ഈസി ടു യൂസ് ആണ്. വളരെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള UI ഒന്നുമല്ല, വളരെ ഈസി ടു യൂസ് ആണ്. ഞാൻ ഓൾറെഡി ClearScanner ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അത് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഞാനത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ClearScanner എന്തുകൊണ്ട് അത് ഞാൻ സെറ്റിംഗ്സിൽ കുറച്ച് പെർമിഷൻസ് ഡിനൈ ചെയ്തിട്ടുണ്ട്. കീപ് ഡിസേബിൾഡ്. അത് ഇന്റർനെറ്റ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെർമിഷൻസ് നമുക്ക് മാനുവലി പോയിട്ട് ചെയ്യാം. വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും നെറ്റ് യൂസ് ചെയ്ത് പോവില്ലല്ലോ, നമ്മൾ ഡാറ്റ ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് ClearScanner ഓപ്പൺ ചെയ്താൽ വരിക. അപ്പോൾ ഇതിന്റെ താഴെ നിങ്ങൾ രണ്ട് ഐക്കൺസ് കണ്ടു. ഇത് ഗാലറിയുടെ നോർമൽ പിക്ചറും ഒരു ക്യാമറയുടെ പിക്ചറും. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് PDF ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഗാലറിയിൽ ഓൾറെഡി ഉള്ള ഫോട്ടോസിന്റെ PDF ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതല്ല പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്യും. ഞാനിപ്പോൾ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ക്യാമറ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഓൺ ആയിട്ട് വരുന്നു. ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്കിന്റെ ഞാൻ ക്യാമറ ബട്ടണിൽ പ്രസ് ചെയ്തു. നമുക്ക് സൂം ചെയ്യാം. സൂം പോകാനുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെയുണ്ട്. ഞാൻ തൽക്കാലം സൂം ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്തു. അപ്പോൾ ആദ്യത്തെ ഫോട്ടോ എടുത്തു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് എത്രമാത്രം ഭാഗം സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മളവിടെ എത്രമാത്രം ഭാഗം വേണം, നിങ്ങൾക്ക് വേണ്ട ഭാഗം മാത്രം ഞാൻ സെലക്ട് ചെയ്യണം. നമുക്ക് വേണ്ട ഭാഗം മാത്രം അവിടെ സൂം ചെയ്ത് ഈ മൂലയ്ക്ക് കാണിക്കുന്നുണ്ടോ, ആ എഡ്ജ് സെലക്ട് ചെയ്യണം. നമുക്ക് കറക്റ്റായിട്ട് എഡ്ജ് സെലക്ട് ചെയ്യാം. അതുപോലെ ഇവിടെയെല്ലാം ഞാൻ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് എനിക്ക് സ്കാൻ ചെയ്യേണ്ടത്. ഞാനൊരു ഓക്കെ കൊടുത്തു. എൻ്റെ സെലക്ഷൻ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ശരി കൊടുത്തു. അപ്പം അത് PDF. ഇതിൽ നിങ്ങൾക്ക് പല ഓപ്ഷൻ ഉണ്ട്. ഒറിജിനൽ ഫോട്ടോ അതുപോലെ നിങ്ങൾക്ക് PDF ആയിട്ട് സേവ് ചെയ്യും. ദെൻ ചെറിയൊരു എഡിറ്റിംഗ്, അവരുടെ ഒരു ആപ്പിന്റെ എഡിറ്റിംഗ് വെച്ചിട്ട് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കണ്ടില്ലേ, ഈ ഒറിജിനൽ ഫോട്ടോയും ഇതും തമ്മിലുള്ള ചെറിയൊരു ബ്രൈറ്റ്നസ് ഒക്കെ കോൺട്രാസ്റ്റ് ഒക്കെ മാറ്റിയിട്ടുള്ളത്. പിന്നെ ഡോക്യുമെന്റ് ആയിട്ട് സ്കാൻ ചെയ്യാം. അത് കുറച്ചുകൂടി ഒന്ന് വൈറ്റ് ആയി അല്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കുക, വ്യത്യാസം നോക്കിക്കുക നിങ്ങൾ. അത് പിന്നെ ഉള്ളത് എന്താണ്, കൂടുതൽ വൈറ്റ് ചെയ്തു. അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ തൽക്കാലം ഡോക്യുമെന്റ്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ചേഞ്ച് ഒക്കെ മാറും. അപ്പം നമുക്ക് തൽക്കാലം കളർ തന്നെ കിടന്നോട്ടെ. ഡോക്യുമെന്റിൽ ചെയ്തു അല്ലേ. അപ്പൊ ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ശരി ഞെക്കി. അപ്പൊ എനിക്ക് ഒരു ഫോട്ടോ കിട്ടി. ഇനിയും ഫോട്ടോസ് എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ, ഒരു പേജ് അല്ല നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനുണ്ടെങ്കിൽ, വീണ്ടും ഞാൻ എന്ത് ഞെക്കുന്നു, ക്യാമറ ബട്ടൺ ഞെക്കുന്നു, അടുത്ത പേജ് എടുക്കുന്നു. അതുപോലെ തന്നെ ഫോട്ടോ എടുത്തു. ഇതുപോലെ തന്നെ ഫോട്ടോ വന്നു. അവിടെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട്
ഏതൊക്കെ ഭാഗമാണോ വേണ്ടത് അത് ക്രോപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടോ, ചെരിഞ്ഞും താക്കുകയും ഒക്കെ. അത് നമുക്ക് അവരെ ഇഷ്ടമല്ലാതെ നമ്മുടെ മാനുവലി ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇത്രയും ഭാഗമാണ് എനിക്ക് സ്കാൻ ചെയ്യേണ്ടത്. ഓക്കെ അടിച്ചു, വന്നു. ഡോക്യുമെന്റൽ സെറ്റിംഗ് തന്നെയാണ്, കൂടുതൽ മാറ്റാനൊന്നുമില്ല. ശരി ശരി. അപ്പോൾ നമുക്ക് 2 ഇമേജ് കിട്ടി അല്ലേ? അവിടെ സൈസൊക്കെ കാണിക്കുന്നുണ്ട്, 608 KB, 674 KB എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിനെ ഇനി PDF-ലോട്ടേക്ക് മാറ്റണം. ഇപ്പം മുകളിൽ കണ്ടോ, ഇവിടെ ഇത് കണ്ടോ, എഡിറ്റ് ഷെയർ എന്നൊക്കെ ഉള്ളത്. PDF സെറ്റിംഗ്സ് വേറെ ഉണ്ട്. PDF സെറ്റിംഗ്സിലോട്ട് പോയി കഴിഞ്ഞാൽ പേപ്പർ സൈസ്, പേജ് ഓറിയന്റേഷൻ, ഇമേജ് സ്കെയിൽ ഫിറ്റ്, അതൊക്കെ മാറ്റാം നമുക്ക്. അതെല്ലാം നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കൂടുതൽ പരീക്ഷണം അതിൽ നടത്തും. നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ PDF എന്നുള്ള ഈ ഐക്കണിൽ ജസ്റ്റ് പ്രസ് ചെയ്തു. അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത 2 പേജും ഒരു ഫയലായിട്ട് വന്നു അല്ലേ? നമ്മളുടെ ഇവിടെയുള്ള ഈ 2 പേജും PDF എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര പേജ് വേണമെങ്കിലും ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ PDF ക്ലിക്ക് ചെയ്തു, ഈ 2 ഫയലും ഇവിടെ വന്നു. ഇവിടെ കണ്ടോ, ഫയൽ സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഈ അടിഭാഗത്തുണ്ട്, കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഉണ്ട് എന്താണ്, ഒറിജിനൽ ഫയൽ സൈസ് വേണോ, മീഡിയം സൈസ് വേണോ, സ്മാൾ സൈസ് വേണോ? നമ്മളിപ്പോൾ സ്മാളസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ, കണ്ടില്ലേ? നമ്മളൊന്ന് മീഡിയത്തിലോട്ട് മാറ്റി നോക്കാം. മീഡിയം ഒന്ന് പ്രോസസ്സ് ചെയ്യും എന്താണ്, എന്നിട്ടൊന്ന് സൂം ചെയ്തൊക്കെ നമുക്ക് നോക്കാം ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെ. അപ്പം ഞാൻ സ്മോളസ്റ്റിലിട്ടു. അപ്പോൾ 511 KB ഉള്ളൂ. ഞാൻ ഒന്ന് സൂം ചെയ്ത് നോക്കി, ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ PDF കിട്ടി. നമുക്ക് ഇവിടുന്ന് തന്നെ ധൈര്യമായിട്ട് ഓരോന്നിലേക്ക് ഷെയർ ചെയ്യാം. ബ്ലൂടൂത്ത് വഴി ഷെയർ ചെയ്യാം, ഗൂഗിൾ ക്ലാസ് റൂമിലോട്ട് ഷെയർ ചെയ്യാം, ക്ലൗഡിലോട്ട് ചെയ്യാം, ജിമെയിലോട്ട് ചെയ്യാം. ഇങ്ങനെ പല ആപ്പുകളിലോട്ട്, വാട്സപ്പിലോട്ട്, ടെലഗ്രാമിലോട്ട് എല്ലാം നമുക്ക് ഷെയർ ചെയ്യാം. തൽക്കാലം ഞാൻ ഡയറക്റ്റ് ഷെയർ ചെയ്യുന്നില്ല, ഞാൻ ഈ ഫയലിനെ സേവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ PDF ഫയൽ, ഞാൻ ഇപ്പോൾ സ്കാൻ ചെയ്തെടുത്തിരിക്കുന്ന ഈ PDF ഫയൽ സേവ് ചെയ്യാൻ വേണ്ടി താഴെ ഈ ഷെയർ ബട്ടണിന് സൈഡിലായിട്ട് മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്താൽ സെൻഡ് ഇമെയിൽ, പ്രിന്റ്, സേവ് ടു സ്റ്റോറേജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അല്ലേ? അത് ഞാൻ പ്രസ് ചെയ്യാണ്, സേവ് ടു സ്റ്റോറേജ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡോക്യുമെന്റിന് പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം പേര് കൊടുക്കുന്നത് സാമ്പിൾ എന്നാണ്. സാമ്പിൾ എന്ന പേര് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് ഈ ബട്ടൺ ഞെക്കിയാൽ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫയൽ സ്റ്റോറേജ് എവിടെ സേവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ തൽക്കാലം ഡിഫോൾട്ട് ഫോൾഡർ ആയിട്ട് ഈസി സ്കാനർ എന്ന ഫോൾഡർ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഓരോ തവണ കൊടുക്കുന്ന പേരും വ്യത്യാസമുണ്ടെങ്കിൽ ഓവർ റൈറ്റ് എക്സിസ്റ്റിംഗ് ഫയൽ എന്നുള്ളത് തന്നെയാണ്. കാരണം നിങ്ങൾ ഇത് തുടങ്ങിയപ്പോൾ നോക്കിയിട്ടുണ്ടാകും, ഫയൽ നെയിം വന്നത് ഡോക്യുമെന്റ് എന്നായിരുന്നു. അപ്പോൾ ഓരോ തവണ ഞാൻ സ്റ്റോർ ചെയ്യുമ്പോഴും ഡോക്യുമെന്റ് എന്നാണ് പേര് വരിക. അപ്പം വീണ്ടും അതേ പേര് ഉപയോഗിച്ച് നമ്മൾ ഒന്നിലധികം ഫയൽ സേവ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ടിക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ പഴയ ഫയൽ ഡിലീറ്റ് ആയി പോകും, പുതിയ ഫയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പേര് മാറ്റുകയാണെങ്കിൽ അവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ അവിടെ പേര് മാറ്റിയിട്ടുണ്ട്, സാമ്പിൾ എന്നാക്കിയിട്ടുണ്ട്. എന്നിട്ട് സേവ് ടു സ്റ്റോറേജ് ക്ലിക്ക് ചെയ്തു. ഇപ്പോഴെന്തായി, ഡോക്യുമെന്റ് സേവ്ഡ്. അത് അവിടെ പരസ്യം കയറി വന്നു അവിടെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഈസി സ്കാനർ ഉപയോഗിച്ചിട്ട് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്തു. ഇനി നിങ്ങൾക്കിത് ആർക്ക് വേണമെങ്കിലും, ഗൂഗിൾ ക്ലാസ് റൂമിൽ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, വാട്സപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റെപ്പുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ഉപയോഗപ്പെടുത്തുക. താങ്ക് യു.